കോഴിക്കോട് ഈങ്ങാപ്പുഴയ്ക്ക് സമീപത്ത് വഴിയരികിൽ ഉപേക്ഷിച്ചെന്ന കർണാടക സ്വദേശിയായ യുവതിയുടെ പരാതി. മലയാളികളായ 3 പേർക്കൊപ്പം കാറിലാണ് യുവതി എത്തിയത്. യുവതിയെ ഇറക്കിവിട്ട കാറും യുവാവിനെയും എലോക്കരയിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ KV ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുലെ, കാറിൽ 3 യുവാക്കളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലൊരു യുവാവിനെയും കാറും കണ്ടെത്തിയിരിക്കുന്നു. ഈ യുവതി എവിടെ നിന്ന് വന്നതാണ്? ഇവർ തമ്മിലുള്ള ബന്ധം ഇതൊക്കെ പോലീസ് പറയുന്നുണ്ടോ? അനശ്വര, അത്തരം കാര്യങ്ങളൊന്നും പോലീസ് ഏതായാലും വ്യക്തമാക്കിയിട്ടില്ല. കുറച്ചുകൂടെ കാര്യങ്ങൾ പുറത്തു വരട്ടെ, പരിശോധിച്ചുകൊണ്ടിരിക്കുന്നെന്നാണ് താമരശ്ശേരി പോലീസ് പറയുന്നത്. ഈ യുവതി മൈസൂർ സ്വദേശിയാണ്. അവരുടെ പരാതിയാണത്. മലയാളികളായ 3 പേർക്കൊപ്പമാണ് കാറിൽ വന്നത്. തുടർന്ന് ഇവിടെ ഇറക്കി വിട്ടു എന്നുള്ളതാണ്. ദേശീയപാതയോരമാണ്. അവിടെ ഒരു കടത്തിണ്ണയിൽ ഇരിക്കുന്നത് നാട്ടുകാരാണ് കാണുന്നത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഒരു ഓട്ടോ ഡ്രൈവറാണ് പിന്നീട് ഏതായാലും ഈ കാറ് കണ്ടെത്താൻ സഹായിച്ചിട്ടുള്ളത്. അതായത് ഈ കാറിൽ കൊണ്ടുവന്ന യുവതി അവിടെ ഇറക്കി വിടുന്നത് കണ്ടു എന്ന് ഓട്ടോ ഡ്രൈവർ പറയുകയായിരുന്നു. എലോക്കരയിൽ തന്നെയുള്ള ഒരു ടയർ കടയിൽക്ക് മുമ്പിൽ വെച്ചാണ് ഈ കാറ് ഏതായാലും കണ്ടെത്തിയിട്ടുള്ളത്. യുവാവിനെയും കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുകാർ തന്നെ കണ്ട് പോലീസിൽ ആ വിവരം അറിയിക്കുകയാണ് ഉണ്ടായിരുന്നത്. ടയർ പഞ്ചറായതിനെ തുടർന്ന് ഇങ്ങോട്ടേക്ക് വന്നു എന്നൊക്കെയാണ് യുവാവ് പറയുന്നത്. അതുകൊണ്ട് പോലീസ് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തുതന്നെയാലും ഈ യുവതി പറഞ്ഞത് മൈസൂർ സ്വദേശിയാണ്, ശാലിനി എന്നാണ് പേരെന്നൊക്കെയാണ്. ഇവരെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. UP രജിസ്ട്രേഷനിലുള്ള കാറ് കൂടിയാണ്. 3 പേർ ഉണ്ടായിരുന്നു എന്നാണ് യുവതി പോലീസിനോട് വെളിപ്പെടുത്തിയത്.